എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ മായ സ്റ്റാരറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് പുണർദം നക്ഷത്രക്കാരുടെ വർഷഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം പുണർദം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Seven of Wands, Nine of Wands, Seven of Cups, Justice energy, Hermit mode, Lovers energy. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവിൽ ഈ ഒരു വർഷം ആദ്യം തന്നെ പല കടമകളും കടക്കേണ്ടി വരുന്ന ഒരു സമയം എന്ന് പറയാം. സെവൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല. എന്നിരുന്നാലും പല നേട്ടങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ എളുപ്പമായിരിക്കില്ല നേടിയെടുക്കാൻ എന്നുള്ളതാണ്. സെവൻ ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ പ്രോഫിറ്റും ഒക്കെ കാര്യങ്ങൾ, ലാഭവും ഒക്കെ ജീവിതത്തിൽ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ ലാഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മുന്നോട്ടേക്ക് പോരാടാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭമോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ കോമ്പറ്റീഷൻസും നിങ്ങൾക്ക് ശത്രുക്കൾ ചുറ്റുപാടിലും അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ കണ്ട് ഭയന്ന് നിൽക്കാതെ എന്തൊരു സാഹചര്യമാണെങ്കിലും ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നേറുകയും, അതായത് ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ പവർ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ കൊണ്ട് മുന്നിലുള്ള എന്ത് വലിയ തടസ്സമായാലും അതിനെ അതിജീവിക്കുകയും ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതായത് ചില സാഹചര്യങ്ങൾ നമ്മൾ പറയാൻ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക. പക്ഷേ ഈ സിറ്റുവേഷനിൽ നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയില്ല. തടസ്സങ്ങളുണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും. പക്ഷേ അത് കണ്ട് ഭയന്ന് നിന്നാൽ എങ്ങും എത്തില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുകയും തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്യുകയും ചെയ്താൽ സക്സസ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിൽ പവറാണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടത് വിൽ പവറാണ്. വിൽ പവർ ഉണ്ടെങ്കിൽ എന്തിനേയും കീഴടക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഫലം ലഭിക്കുന്ന സമയവും ഒക്കെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ പൊതുവേ ശീലിച്ചിരുന്നത് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷ പാസ്സാവുന്നൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ പരീക്ഷയിൽ ഉന്നമനം ഉണ്ടാകണമെങ്കിൽ അത് വ്യക്തമായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കറക്കിക്കുത്ത് വഴികളിലൂടെയൊക്കെ ജീവിതത്തിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നേടിയ ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി ഈ ഒരു വർഷം ഇങ്ങനെ ഈസി ആയിട്ടൊന്നും കിട്ടില്ല. എന്തിനും ഏതിനും നിങ്ങൾ അതിന് വേണ്ടുന്ന വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് കിട്ടും. അപ്പോൾ അത് ആണ് നിങ്ങൾ ഈ ഒരു വർഷം മനസ്സിലാക്കേണ്ടത്. വെറുതെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ പൊതുവിൽ ആരെങ്കിലുമൊക്കെ വന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ. അതേപോലെ 9 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പലരെയും സംബന്ധിച്ച് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിലിയിൽ ജീവിച്ചിരുന്നവരാണ് കുടുംബത്തോടൊപ്പം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പാരൻസ് ഉണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി വായിൽ വെച്ച് വരെ തരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ പല കാര്യങ്ങളും സ്വയം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചില ആളുകൾ ജോലി കിട്ടിയിട്ട് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്നതായിരിക്കാം. അപ്പോൾ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടി ആദ്യമായിട്ട് ദൂരെ മാറിപ്പോകും. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചൊരു സിറ്റുവേഷനാണ്. സ്വാതന്ത്ര്യത്തോടൊപ്പം വരുന്ന ഒന്നാണ് ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തീരുമാനിക്കാൻ നിങ്ങളുടെ കാര്യങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ സ്വയം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനോടൊപ്പം ഒരു ഉത്തരവാദിത്വ ബോധവും കൂടി ഉണ്ട് എങ്കിൽ ജീവിതം നല്ല രീതിയിൽ സുഗമമായിട്ട് പോവും. പക്ഷെ ഫ്രീ ആയിട്ട് നടക്കണം. പക്ഷെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ലൈഫ് അത്രയും സ്മൂത്തായിട്ടിരിക്കില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുപോലെ ചിലപ്പോൾ വീട്ടിൽ ഫാമിലിയായിട്ട് നിന്നാൽ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ ഒരുമിച്ച് ഫാമിലിയുടെ അടുത്ത് നിന്നിരുന്നവരായിരിക്കും ഇപ്പോൾ വിദേശത്ത് മറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് മാറിപ്പോകുന്നതായിരിക്കും. ഒരാൾക്ക് ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ട് മാറുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരിക. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലെങ്കിൽ
ഹാർഡ് വർക്ക് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ. കാരണം ചില ആളുകൾ ജോലിയിൽ ഉയർച്ച നല്ലൊരു പ്രൊമോഷന് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് എന്നും പോയി വേണ്ടേണ്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ജോലിയിലാണെങ്കിലും പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ 7 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. വ്യത്യസ്തത ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. ജീവിത സാഹചര്യങ്ങളിലൊക്കെ വ്യത്യസ്തത ഉണ്ടാകുന്നു എന്നുള്ളത്. ഇതൊക്കെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്കൊക്കെ തിരിയാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതോ ചിന്തിക്കുന്നതോ അല്ലാത്ത രീതിയിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുക, ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ളിലുണ്ട്, പക്ഷേ ഇതുവരെ അവസരം കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങൾ, ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഇഷ്യൂസ്, പാരൻസ്, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ ഒക്കെ ആണെങ്കിൽ പാരൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കാണുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ മെഡിസിനോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള, ഇപ്പോൾ അലോപ്പതിയിൽ നിന്ന് ആയുർവേദത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് മാറുന്ന സിദ്ധ ചികിത്സയിലേക്ക് മാറുന്നതും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തത ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ. മാറ്റങ്ങളാണ് പൊതുവിൽ ഈ ഒരു വർഷം കാണിക്കുന്നതെന്ന് പറയാം. ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളും കർമ്മഫലം എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ലൈഫ് വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പം ആയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് അത്രയും എളുപ്പമൊന്നും ആയിരിക്കില്ല. ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ ആളുകൾ ചുറ്റും ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങളായിട്ട് ഇറങ്ങി ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്ത് ശീലമില്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. അല്ലാത്ത പക്ഷം അതൊരു നെഗറ്റീവ് എനർജി അല്ല. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുകയും ആലോചിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യത്തെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മറയ്ക്കുകയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിയമവിരുദ്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഫലം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വലിയ സിറ്റുവേഷൻസ് ഒന്നും അല്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കർമ്മഫലങ്ങളാണ് കാണിക്കുന്നത്. ഹെർമിറ്റ് മോഡാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ നിയോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്ന ഒരു കാര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി, പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ ഇത്യാദി കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്നു എന്നുള്ളത്. പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ചിട്ടവട്ടങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിലേക്കൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജിയാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് നിങ്ങളെ പലരെയും സംബന്ധിച്ചിടത്തോളം, വിവാഹം പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച്. അതേപോലെ വിവാഹം പ്രായം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ, ചില ആളുകളെ സംബന്ധിച്ച് ഒരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹപ്രായം, അതായത് ആ പ്രായം കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ് പൊതുവിൽ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിവാഹം കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു എന്നുള്ളതും ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്ന് പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രണയത്തിലായിട്ടുള്ളവർ പ്രണയ സാക്ഷാത്കാരവും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഫാമിലിയിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു റെസ്പെക്റ്റ്, ബഹുമാനം അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ലൊരു
ബോണ്ടിങ് ഉണ്ടാകുന്നു, നല്ല അടുപ്പം, ആ പഴയ പ്രണയമൊക്കെ തിരിച്ചു വരുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഈ ഒരു വർഷം കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.